ഇനി സംസാരിക്കാൻ പോകുന്നതേ ഈ പൂജപ്പുര, വിയൂർ, അതുപോലെ കണ്ണൂർ ഈ സെൻട്രൽ ജയിലുകളിലൊക്കെ പരമാവധിയിലധികം തടവുകാരാണ് നിലവിലുള്ളത് എന്നാണ് വിവരം. തടവുകാരുടെ എണ്ണത്തിന് ആനുപാതികമായി ജയിലുകളിൽ ജീവനക്കാരില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിഖിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കിപ്പം ഉള്ളത്. നിഖിലെ, ഇന്നലെ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് വേണ്ടത്ര ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിപ്പോ ഒരിടത്തെ മാത്രം അവസ്ഥയല്ല, വിയ്യൂരും പൂജപ്പുരയും ഒക്കെ ഏറെക്കുറെ സമാനമായ രീതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ജയിൽ വകുപ്പ് നൽകുന്ന വിശദീകരണം? ഇത്രയും ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് പിന്നിലെ കാരണം എന്താണ്? നിലവിലെ സെൻട്രൽ ജയിലുകളിലെ അവസ്ഥ എന്താണ് നിഖിൽ? സേതു, ഏതായാലും ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന് പിന്നാലെ വലിയ സുരക്ഷാ വീഴ്ചകൾ ജയിലുകളിൽ ഉണ്ടാകുന്നു എന്ന കാര്യം ചർച്ചയാവുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ വീഴ്ചകൾ തന്നെ ചർച്ചയാകുന്നു. അതിനിടയിലാണ് നമ്മൾ എന്താണ് സംസ്ഥാനത്തെ ജയിലുകളിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണവുമായ ബന്ധപ്പെട്ട കണക്ക് എന്നതാണ് ഒന്ന് പരിശോധിച്ചത്. ഇതിൽ 3 സെൻട്രൽ ജയിലുകളുടെ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ പോയാൽ ഈ 3 സെൻട്രൽ ജയിലുകളിലും, അതായത് കണ്ണൂരും വിയ്യൂരും തിരുവനന്തപുരത്തുമുള്ള 3 ജയിലുകളിലും ഈ തടവുകാരുടെ എണ്ണം എന്ന് പറയുന്നത് പരമാവധി ശേഷിയുടെ ഇരട്ടിയോളം അല്ലെങ്കിൽ ഇരട്ടിയിലധികമൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് കണക്കിലേക്ക് പോയാൽ തിരുവനന്തപുരത്തെ 727 പേരെ പാർപ്പിക്കാനുള്ളതാണ് ആ ജയിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴുള്ളത് 1589 തടവുകാരാണ്. വിയ്യൂരിൽ 553 പരമാവധി ശേഷി, അവിടെ 1117 തടവുകാരുണ്ട്. കണ്ണൂരിലാകട്ടെ 1113 പേരാണ് ഇന്നലത്തെ കണക്കിൽ തടവിലുള്ളത്. അതിൽ കണ്ണൂർ ജയിലിൻ്റെ പരമാവധി കപ്പാസിറ്റി എന്ന് പറയുന്നത് 948 തടവുകാരെ പാർപ്പിക്കാനുള്ളതാണ്. അപ്പോൾ തടവുകാരുടെ എണ്ണത്തിൽ വലിയ വർധന, അതായത് പരമാവധി ശേഷിയുടെ ഇരട്ടിയിലുമേറെ ഈ തടവുകാരുടെ എണ്ണം വരുന്ന സെൻട്രൽ ജയിലുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും മറ്റ് ഇതിൻ്റെ നിയമപരമായ നടപടികൾ നിർവഹിക്കുന്നതിനുമുള്ള ജീവനക്കാർ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ നേരെ ഇരട്ടിയോളം വരുന്ന തടവുകാരുടെ എണ്ണം ഉണ്ടാകുമ്പോൾ അതായത് ഇപ്പോൾ വേണ്ടത്ര സുരക്ഷാ ജീവനക്കാർ ഒരു സെൻട്രൽ ജയിലുകളിലും ഇല്ല, വേണ്ടത്ര എണ്ണം ജീവനക്കാരില്ല എന്നാണ് നിഖിലിന്റെ വാക്കുകളിൽ നിന്നും ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ